മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ടിലൊരുങ്ങിയ ചിത്രം തുടരും മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെ പ്രദർശനം തുടരുകയാണ്. മലയാളത്തിനൊപ്പം തെലുങ്കിലും ചിത്രത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത്. ഇപ്പോഴിതാ ചിത്രം തമിഴ്നാട്ടിലും റിലീസിന് ഒരുങ്ങുന്നുവെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത്. മെയ് 9-നാണ് ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് തിയേറ്ററുകളിലെത്തുക. ഏപ്രിൽ 25-നാണ് തുടരും മലയാളം പതിപ്പ് റിലീസ് ചെയ്തത്. ആദ്യ ദിനത്തിൽ മാത്രം ചിത്രം ആഗോളതലത്തിൽ 17 കോടിയിലധികം രൂപയാണ് നേടിയത്. 3 ദിവസം കൊണ്ട് ചിത്രം 69 കോടിയിലധികം രൂപ കളക്ട് ചെയ്യുകയുണ്ടായി. 6 ദിവസം കൊണ്ട് ആഗോളതലത്തിൽ ചിത്രം 100 കോടി ക്ലബിലെത്തിയിരുന്നു. സിനിമയിൽ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. നടന്റെ പ്രകടനത്തിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകർക്കിടയിൽ നിന്നും ലഭിക്കുന്നത്. ആക്ഷൻ രംഗങ്ങളിലെ മോഹൻലാലിന്റെ പ്രകടനത്തിന് തിയേറ്ററുകളിൽ വലിയ കയ്യടിയും ലഭിക്കുന്നുണ്ട്. സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രകാശ് വർമ്മയാണ്. ഈ കഥാപാത്രത്തിനും വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിച്ചു കഴിഞ്ഞു. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻപിള്ള രാജു, തോമസ് മാത്യു, ഇർഷാദ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നുണ്ട്. ഷാജികുമാറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ശോഭന ജോഡി വീണ്ടും സ്ക്രീനിലെത്തുന്നുവെന്ന പ്രത്യേകതയും തുടരുമിന് ഉണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.